ഓഗസ്റ്റ് 12-ാം തീയതിയാണ് ഇന്ന്. നാളെ ഓഗസ്റ്റ് 13. നാളെ വൈകുന്നേരത്തെ ഫ്ലൈറ്റിലാണ് കരിപ്പൂരിൽ നിന്ന് ഡൽഹിക്ക് പോകുന്നത്. മറ്റന്നാളെ ഡൽഹിയിൽ നിന്ന് മണാലിയിലേക്ക് പോകും. ഞങ്ങൾ പറവയുടെ ടീം യുനം പീക്ക് ട്രക്കിന് പോവാണ്. ഓഗസ്റ്റ് 15 മുതൽ 23 വരെയുള്ള ഒരു സമയത്താണ് നമ്മുടെ ട്രക്ക്. ഞാനൊരു ദിവസം നേരത്തെ പോന്നു. എന്തായാലും ഞാനിപ്പോൾ പാക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഞാൻ എടുക്കുന്നത് എന്ന് ജസ്റ്റ് ഒന്ന് ഡോക്യുമെൻ്റ് ചെയ്യുകയാണ്. ഞാൻ കാണിക്കാം. ആദ്യം എൻ്റെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെയാണ് കാണിക്കാൻ പോകുന്നത്. പവർ ബാങ്ക്. അവിടെ നമുക്കൊരു 4 ദിവസം കറണ്ട് ഇലക്ട്രിസിറ്റി കിട്ടില്ല. സോ പവർ ബാങ്ക് എടുക്കുന്നു മൊബൈൽ ചാർജ് ചെയ്യാൻ. ഇത് നമ്മുടെ ഹെഡ് ടോർച്ച്. ഇത് ഡെക്കാത്ലോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇത് ഇൻബിൽറ്റ് ബാറ്ററി ഇങ്ങനെ മാറ്റാൻ പറ്റുന്നതാണ്, അല്ലാതെ ചാർജബിൾ അല്ല. ഇതാണ് നല്ലതെന്ന് സജസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഇതെടുത്തത്. പിന്നെ ഇതൊരു വാട്ടർ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള വാച്ച്. ദിസ് ഈസ് എ ഗിഫ്റ്റ് ഫ്രം ഗ്യാസർ. താങ്ക് യു സോ മച്ച്. ആൻഡ് ഇതൊരു എന്താ പറയുക, മെന്തോൾ പ്ലാസ്റ്ററാണ്. അതായത് നമുക്കിപ്പോൾ നെക്ക് പെയിൻ അല്ലെങ്കിൽ ബാക്ക് പെയിൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഒട്ടിക്കാൻ പറ്റുന്ന. ഇത് ബെൻസി കൊണ്ടുവന്ന് തന്നതാണ്. അപ്പോൾ ഇത് 2 ഉണ്ട്. ഇത് എടുക്കുന്നുണ്ട്. പിന്നെ ഒരു പ്ലാസ്റ്റർ, പേസ്റ്റ്, ബ്രഷ്, പിന്നെ ഐ ലൂബ്രിക്കൻറ്റ്. കാരണം അവിടെ തണുപ്പ് കൂടുതലുള്ള സ്ഥലത്ത് ഡസ്റ്റൊക്കെ ആണെങ്കിൽ കണ്ണിന് അലർജി വന്നാൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിൽ എൻ്റെ പാരസെറ്റമോൾ, ഇബുപ്രൂഫൻ എന്ന് വെച്ചാൽ പെയിൻ കില്ലർ, പിന്നെ ഛർദിക്കൊക്കെ ഉള്ള മരുന്നുകളാണുള്ളത്. കൂളിംഗ് ഗ്ലാസ് എടുക്കുന്നു. അപ്പോൾ ഈ സംഭവത്തിൽ ഇതെല്ലാം വെക്കും. അതുകൊണ്ടാണ് ഇതൊരു ഫസ്റ്റ് എയ്ഡ് കിറ്റാണ്. ഇത് മെൻസി എനിക്ക് പണിത് കൊണ്ടുവന്നതാണ്. ഇതിൽ വെക്കുന്ന മുന്നേ ഞാൻ ഈ വീഡിയോ എടുത്തു എന്ന് മാത്രം. പിന്നെ പറവയുടെ വിസിറ്റിംഗ് കാർഡ്, എൻ്റെ ID കാർഡ്, പിന്നെ എയർപോർട്ട് ലോഞ്ചൊക്കെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കാർഡ്സ് എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ഡെക്കാത്ലോണിൽ നിന്ന് വാങ്ങിക്കുന്ന 400 mgയുടെ മാഗ്നീഷ്യത്തിൻ്റെ ഒരു സാഷയാണ്. പിന്നെ ഒരു കൊണ്ടുവന്നൊരു 3 ചോക്ലേറ്റ്, കുറച്ച് ചോക്ലേറ്റും കൂടി എടുക്കും. പിന്നെ ഇതെൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കയ്യിലിടുന്ന സാധനം. പവർ ബാങ്കൊക്കെ, ചാർജർ, കണക്ടർ. എനിക്ക് പീരിയഡ്സ് ആണ് 15th ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. സോ കുറച്ച് പാഡും മെൻസ്ട്രുവൽ കപ്പും എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നമുക്ക് ടോയ്ലറ്റിലൊക്കെ പോകുമ്പോൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ബെഡ് വൈപ്സ്. കുറച്ചും കൂടി വേണം, പക്ഷേ പ്രീതം പ്രൊവൈഡ് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് എടുക്കുന്നുള്ളൂ. ഇതെൻ്റെ വാക്കിംഗ് സ്റ്റിക്ക്. ഞാനിത് ഇങ്ങനത്തെ ട്രക്കിംഗ് പോളാണ് ഉപയോഗിക്കുന്നത്. ഇത് നമ്മുടെ ഡെക്കാത്ലോണിലുള്ള ബേസിക് ട്രക്കിംഗ് പോളിൻ്റെ നെക്സ്റ്റ് ഗ്രേഡാണ്. ഇത് എനിക്ക് ഭയങ്കര കംഫർട്ടബിളായിട്ട് തോന്നിയത്. ഇങ്ങനെ പിടിക്കുമ്പോൾ കയ്യിന് ഭയങ്കര സ്ട്രെയിൻ കുറവ് പോലെ തോന്നി. അപ്പോൾ എനിക്ക് കയ്യിന് സ്ട്രെയിനുള്ള ഒരാളായതുകൊണ്ട് ഇങ്ങനത്തേതാണ് നല്ലതെന്നാണ് എൻ്റെ ഒരു അനുഭവത്തിൽ നിന്നാണ് ഞാനിത് വാങ്ങിച്ചത്. ദെൻ ഒരു ഇലക്ട്രോലൈറ്റിൻ്റെ ഒരു 10-20 ഇതെടുത്തിട്ടുണ്ട്. നമ്മൾ വെള്ളത്തിൽ നമ്മുടെ ഹൈഡ്രേഷൻ ബാഗിൽ ഇട്ടിട്ട് യൂസ് ചെയ്യുക. പിന്നെ ഒരു ഡെറ്റോൾ, ഒരു വോൾട്ടാറൻ എടുത്തു, ഫേസ് വാഷ്. പിന്നെ ഇതൊരു നമുക്ക് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിയുമ്പോൾ കൈ കഴുകാൻ സോപ്പ് അവിടെ ഉണ്ടാവില്ലല്ലോ, അപ്പം ഒരു പേപ്പർ സോപ്പിൻ്റെ ഒരു ഇതെടുത്തു. ഒന്നും ഞാൻ അധികം യൂസ് ചെയ്യാറില്ല, പിന്നെ ഉള്ളതുകൊണ്ട് എടുത്തു എന്ന് മാത്രം. കാരണം നമ്മളിപ്പം ഹിമാലയത്തിലൊക്കെ വന്നപ്പോൾ തണുപ്പല്ലേ, അപ്പോൾ കൈയൊക്കെ എത്ര കഴുകിയാലും വൃത്തിയാവില്ല ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ. പിന്നെ ഒരു മെഡിസണിൻ്റെ 50+ ഉള്ള ഒരു SPF 50+ UV പ്രൊട്ടക്ഷനൊക്കെ ഉള്ള ഒരു എന്താണ് അതിൻ്റെ പേര്, എന്താണ് ഞാൻ പറയാം, സൺസ്ക്രീൻ. എൻ്റെ കൂളിംഗ് ഗ്ലാസ്. ഇതെനിക്ക് ഇടയ്ക്കിടയ്ക്ക് കഴിക്കുന്ന സ്വഭാവമുള്ള മറ്റേ ഇതാണ്, എന്താണ് ഗീത ചേച്ചി തന്ന വായു ഗുളികയാണിത്, വായു ഗുളിക. പിന്നെ വെച്ചാൽ ഗ്യാസ് ട്രബിളിനൊക്കെ ഉള്ളത്. ഇതെൻ്റെ കൺമഷി, എൻ്റെ ഇൻഹെയിലർ. ഞാൻ എപ്പോഴും ഇത് ഇൻഹെയിൽ ചെയ്യുന്ന സ്വഭാവം എനിക്കുണ്ട്. ഐ എം അഡിക്റ്റഡ് ടു ഇറ്റ്. ആൻഡ് എൻ്റെ ലെബല്ലോ. പിന്നെ എൻ്റെ ഒരു കുഞ്ഞു പെർഫ്യൂം. ഇതെനിക്ക് ഭക്താത്ത ഓസ്ട്രേലിയയിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്ന കുറേ പെർഫ്യൂം ഉണ്ടെങ്കിൽ ഒന്നാണ്, യാത്രയിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ചെറിയ പെർഫ്യൂം. അപ്പോൾ ഇത്രയാണ് സാധനങ്ങൾ ഞാൻ എൻ്റെ കുഞ്ഞു ബാഗിൽ വെക്കാൻ ഉദ്ദേശിക്കുന്നത്.